ആരാ ഫോൺ വിളിക്കണേ? ഏയ് സാലിക്കുട്ടിയാണല്ലോ. ഹലോ, ആ എന്താ മോളെ, ചായ കുടി കഴിഞ്ഞാ? ഞാനിപ്പോൾ എണിച്ചിട്ടേ ഉള്ളൂ മോളെ. എന്തിനാ തണ്ടൽ വേദന എടുത്തിട്ടുള്ളൂ. തീരെ വലിയൊരു സുഖമില്ലാത്ത പോലെ തലകറങ്ങാം. അപ്പോൾ അവിടെ കിടന്ന് സുബൈ നിസ്കരിച്ച് കണ്ട് അങ്ങനെ അവിടെ കിടന്നു. ഇതേപ്പം എണിച്ചേ ഉള്ളൂ. നിസ്കരിച്ചിട്ട് കെടുക്കാറില്ല. അങ്ങനെ എണിച്ച് പണികളൊക്കെ നോക്കി ഇതൊക്കെ ചെയ്യാണ്. പക്ഷെ എനിക്ക് ഇന്ന് എന്തോ ഒരു സുഖമില്ലാത്ത പോലെ. ഇതേപ്പം എണിച്ച് പല്ലേച്ച് മുഖം കഴുകി വന്നേ ഉള്ളൂ. ഷേപ്പ് ഇത് എണിച്ചിട്ടില്ല. ചായ കുടിച്ചാ? എന്താ കടി? പൊറോട്ടയാ? ഞാനിവിടെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഷെഫി മോൻ എണിച്ചിട്ട് നേരെ ഒരുപാടായില്ല. ഇനിയിപ്പോൾ അവൻ എണിച്ചിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരാൻ പറയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ? ഇല്ല, എന്താണ്ടിരിക്കട്ടെ. നല്ലോണം ശ്രദ്ധിച്ചോ? ശരി മോളെ. ഇപ്പം എന്താ ഉണ്ടാക്കുക? പിന്നെ ഇത്ര നേരമില്ല. എൻ്റെ തണുപ്പാണ് പുറത്ത് ഒടുക്കത്തെ കാറ്റും. അമ്മ. നീ എണിച്ചാ? പല്ല് വെച്ചാ മോനെ? എന്നാ അവിടെ ഇരിക്കും, ഞാനൊരു ചായ എടുക്കാം. ചായ ഒന്നും വേണ്ടമ്മ, എനിക്ക് ഭയങ്കര വിശപ്പ്. ഇന്നലെ രാത്രി ഞാൻ കുറച്ചല്ലേ ഫുഡ് വെച്ചുള്ളൂ. എന്താ രാവിലത്തേക്ക് കഴിക്കാനുള്ളത്? അതെ മോനെ, ഞാൻ ഇപ്പം എണിച്ചിട്ടേ ഉള്ളൂ. എനിക്ക് ഭയങ്കര തണ്ടൽ വേദന. ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ഒരു തലകറക്കമൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാൻ സുബൈ നിസ്കരിച്ച് കിടക്കാറില്ല. ഇന്ന് ഉറങ്ങിപ്പോയി മോനെ. അതേ സമയം ഒരുപാടായി. ഒന്നും ഉണ്ടാക്കിയിട്ടില്ല ഉമ്മ. ഞാൻ എനിക്ക് എണിച്ചിട്ട് എന്തെങ്കിലും മേടിപ്പിക്കാന്ന് വെച്ചിട്ടിരിക്കുകയായിരുന്നു. പൊറോട്ടയൊന്നും വേണ്ട. ദോശ കഴിച്ച് ദോശ ഇഡ്ഡലി അതാണ് എനിക്ക്. അതും ദോശ തന്നെയല്ലേ മോനെ, അരി ഭക്ഷണം തന്നെയല്ലേ. വിശക്കുണ്ടല്ലേ? നിക്കുന്ന അമ്മ എന്തെങ്കിലും ചെയ്തു തരാം പെട്ടെന്ന്. വീട്ടിലുള്ള സാധനം എടുത്തിട്ട് ഉണ്ടാക്കി തരാല്ലേ. വീട്ടിൽ തന്നെ എന്താ ഉള്ളത് മാ? ഞാനൊന്ന് പോയി മാഗി വാങ്ങിട്ട് വരാം. അതാവുമ്പോ മാഗി വെറുതെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തിട്ട് ഉണ്ടാക്കാനാ? എന്താ വാങ്ങിക്കിടുമ്പോ പറയും. മാഗി ഒന്നും വേണ്ട മോനെ. മാഗിയൊക്കെ എന്തിട്ടാ? മാഗി ഒന്നും അങ്ങനെ കഴിക്കാൻ പാടില്ല. അതെ, നമ്മ പെട്ടെന്ന് ഒരു പലഹാരം ഉണ്ടാക്കി തരാം നിനക്ക്. മുമ്പ് 2 കോഴിമുട്ട, ഒരു പാക്കറ്റ് പാലും വാങ്ങിട്ട് വാ. അതെ, ഇന്നാള് പഴം കൊണ്ടുവന്നതിൽ പഴം ഇരിക്കുന്നുണ്ട്. അതെടുത്തിട്ട് ഉമ്മ വേഗം ഉണ്ടാക്കി തരാം. പിന്നെ നിനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ നേന്ത്രപ്പഴത്തിൽ എന്തുണ്ടാക്കിയാലും. മുമ്പ് പോയിട്ട് വേഗം വാങ്ങിട്ട് ഉമ്മ ഉണ്ടാക്കി തരാം. പാലും ഒരു തേങ്ങയും വാങ്ങിട്ട് വാ. അല്ല, പാലും ഒരു തേങ്ങയും മുട്ടയും, കോഴിമുട്ടയും ഇട്ടാ. അപ്പൊ പഴമുണ്ട്, ഉമ്മ അതൊക്കെ തോലൊക്കെ കഴിഞ്ഞിട്ട് എടുത്തേക്കാം. മുമ്പ് പോയിട്ട് വാ. പോയിട്ട് വരാം. മാ, വലിയ കാര്യത്തിലൊക്കെ ഉണ്ടാക്കണ്ട. യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കുകയാണ്. അവർക്ക് പറ്റുമോ എന്തോ. കഴിച്ചാൽ മതിയായിരുന്നു. കുട്ടിക്ക് വിശക്കുമെന്ന് പറഞ്ഞപ്പോൾ വേഗം. എന്നും ഈ ഇഡ്ഡലിയും ദോശയൊക്കെ തന്നെയല്ലേ. തേങ്ങക്ക് വില 1 കിലോന് 70 രൂപ തേങ്ങ. നോക്കിയേ, ചെറുത്. ശരി, സാധനം വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്താ ഉണ്ടാക്കണം പറഞ്ഞാൽ ഉണ്ടാക്കി തായോ. ഇതേ മോനെ, അരിഞ്ഞിപ്പം ഉണ്ടാക്കി തരാട്ടാ. ശരി. മോനെ, ഒന്നിങ്ങോട്ട് വന്നേ. ഒന്നിങ്ങോട്ട് വന്നേ. ഇതെന്തും ഓംബ്ലേറ്റിനുള്ള മുട്ടയാണോ? അതിനാണോ മുട്ട വാങ്ങിക്കാൻ പറഞ്ഞ്?
മുട്ടയല്ല, അത് ഞാനൊരു കടി ഉണ്ടാക്കാൻ വേണ്ടിട്ടേ മഞ്ഞ കളറ് നല്ല പഴം കൊണ്ടൊരു കടി ഉണ്ടാക്കാൻ. പഴം കൊണ്ടാ? അല്ലമ്മ, പഴം ജ്യൂസ് അടിച്ചാണത്. ഇത് പഴം ജ്യൂസ് അടിച്ചാലും മോനെ അമ്മ കാണിച്ചു തരുന്നുണ്ടല്ലേ. 2 കോഴിമുട്ട ചേർത്തിട്ടുണ്ട്, പിന്നെ 1 ഏലക്ക ചേർത്തിട്ടുണ്ട്, ഒരു 1.5 സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്, ഒരു നുള്ളു മഞ്ഞപ്പൊടി, ഇതില് തേങ്ങാപ്പാല്, പിന്നെ കുറച്ച് മൈദ മാവ്. എന്ത് എന്ത് മുട്ടപ്പാണോ അല്ലെങ്കിൽ പഴം കൊണ്ടുള്ളതാ? പഴം കൊണ്ടുള്ളത്. അപ്പൊ ഇതൊക്കെ വേണം. ഇതിപ്പോ ഇവിടെ ഇരിക്കട്ടെ. ടേസ്റ്റ് ഉണ്ടാവും അമ്മ? അതൊക്കെ ഉണ്ടാവും. അത് നെയ്യൊന്നും എടുത്താ എനിക്ക് എത്തില്ല, ഉള്ളായിരിക്കണേ. അതെ, ഇത് 2 ആള് വേണം ഉണ്ടാക്കാൻ, പെട്ടെന്ന് അടുപ്പിടിക്കും. മോനെ ആ മരത്തിന്റെ ചട്ടാവ് എടുത്തിട്ട് വന്നേ. ചട്ടാവ്, മരത്തിന്റെ ചട്ടാവ് എടുത്തിട്ട് വന്നേ. അതിലൊരു പ്ലേറ്റ് എടുത്ത പിന്നെ ഇത് പൊരിച്ചേക്കാൻ. നെയ്യില് വറുത്തെടുക്കുക. നെയ്യില് വറുത്തിട്ട് ഉമ്മ ഒരു പ്രത്യേകം പലഹാരം ഉണ്ടാക്കി തരാം, വീട്ടിലുള്ളത് വെച്ചിട്ട് പെട്ടെന്ന്. എന്നിട്ട് ആ മാവ് ഇതിൽ ഒഴിക്കോ? ഇപ്പൊ ഒഴിക്കില്ല, പൊരിച്ച് മാറ്റി വെച്ചിട്ട്. സ്പെഷ്യലാണ്. ഇവിടെ വയ്ക്കാം, ശരീരത്തിന് നല്ലതല്ലേ. അതെ, ഉപ്പ വന്നു തോന്നുന്നുണ്ട് മോനെ. ഇതൊന്ന് മറിച്ചിട്, ഉപ്പ വന്ന് നോക്കട്ടെ കേട്ടാ. വന്നു തോന്നുന്നുണ്ട്. അന്നൊന്ന് നേരത്തെ വന്നാ. എന്തുട്ട് മീനാ? ചാളയുണ്ട്, അയിലുണ്ട്, പിന്നെ മാന്തള്, പിന്നെ ചെറിയ ആട്ടക്കൂരി, മീനൊക്കെ ഉണ്ട്. ഏതാ വേണ്ട? കൂട്ടാൻ വേണം. ഇന്നലെ വെച്ച കറി കുറച്ചിരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ മോര് കറി വെക്കാൻ വേണ്ടിയിരിക്കുക. മോര് വെച്ചത് ഫ്രിഡ്ജിലിരിക്കുകയല്ലേ, അപ്പൊ ഇന്ന് മോര് കറി വെച്ചൂടെ? അല്ല പപ്പടമൊക്കെ കച്ചിട്ട്. ഇന്ന് മീൻ വേണ്ട. മീൻ വേണ്ടെങ്കിൽ വേണ്ട. എന്തായാലേ ഞാൻ കുറച്ച് മീനും കൂടെ ഉണ്ട്, അത് ഞാൻ പോയിട്ട് വിറ്റിട്ട് വേഗം വരാം. അത് ഇപ്പൊ കാലത്തേക്ക് എന്താ ഉണ്ടാക്കിയപ്പോ? ഇന്ന് ബോംബ അന്വേഷിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഭയങ്കര വിശപ്പുണ്ട്, എന്തെങ്കിലും ചെയ്ത് കാട്ടുന്നു. ഈ നേരത്തെ കടയിൽ പോയിട്ട് പിന്നെ എന്നിട്ട് ഈ ദോശ ഇഡ്ഡലിയൊക്കെ അല്ലേ തിന്ന് മട്ടി. പഴം ഉണ്ടായപ്പോഴേ പഴം എടുത്തിട്ട് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് തട്ടിക്കൂട്ടി യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ചെയ്താണ്. വലിയതൊന്നും ആയിട്ടില്ല, എങ്കിലും കുഴപ്പമില്ല. പഴംപൊരിയല്ല, മറ്റേ പഴമൊക്കെ നെയ്യിൽ പൊരിച്ചിട്ട് അങ്ങനെ കഴിച്ചു നോക്കി അറിയാം. അതെന്നെ പുതിയ ഐറ്റം പോയില്ലേ? എന്തായാലും ഞാൻ പോയിട്ട് വേഗം മീൻ വിട്ടിട്ട് വരാം. നമുക്ക് പരീക്ഷ നോക്കാമല്ലോ. നമുക്ക് ഞാൻ അടുക്കളയിൽ സെഫിക്കിനെ വിട്ടിട്ടാ വന്നിക്കുന്നത്. എന്തായാവോ. അതെ ആയി മോനെ, അതെ കൊണ്ടുവരാം. എന്നാ മോനെ കഴിച്ചോ, മോൾക്ക് വിശക്കണെന്ന് പറഞ്ഞിട്ട് നല്ല കഴിച്ചോ. അമ്മ മുറിച്ച് കളിച്ചാ കേട്ടാ. ഏതേ അടിപൊളി പലഹാരം. നെയ്യിന്റെ മണ്ണൊക്കെ വരുന്ന കണ്ടാ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. ടേസ്റ്റ് ഉണ്ടാ? മണക്കുമ്പോ വായിക്കൂടെ വെള്ളം വരുന്നു. ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഉപ്പാക്കും നല്ല ഇഷ്ടാവും. നെയ്യിന്റെ മണ്ണൊക്കെ വരുന്ന കണ്ടില്ലേ? കഴിച്ചു. സൂപ്പറായി. ഒക്കെ എപ്പോഴും നെയ്യിൽ പഴം പൊരിച്ച് ഉമ്മ ഉണ്ടാക്കിയത്. അതൊരു കോഴിമുട്ടൊക്കെ നല്ല മണം വരുന്നുണ്ട്, ഒരു ഏലക്കട മണമൊക്കെ. കഴിച്ചോട്ടാ. ഇഷ്ടമായി നിനക്ക്? നീ കഴിക്കില്ലോ നിനക്കൊരു പേടി ഉണ്ടായിരുന്നു. കഴിച്ചോട്ടാ. ഉപ്പാക്ക് തന്നെ ചേച്ചിയാക്കട്ടെ.